ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു 4:45 എണീറ്റതാണ്. ഇപ്പോൾ ഞാൻ ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരെങ്കിലും കളിക്കാനുണ്ടോ, എന്താണ് രാവിലെ നടക്കണം എന്നൊക്കെ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ചെറുതായിട്ടും വലുതായിട്ടും ചമ്മിയിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം അടച്ചു കിടക്കുകയാണ്. സോ വലിയ പ്രതീക്ഷയിലൊക്കെ വന്നതാണ് ഞാൻ. ഒന്നും നടന്നില്ല, ചമ്മിപ്പോയി. തിരിച്ച് ഇനിയിപ്പോൾ റൂമിൽ പോയി ഇരിക്കാം. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. അതും അടച്ചു കിടക്കുകയാണെങ്കിൽ കാണിക്കാൻ പറ്റില്ല, തുറന്നെടുക്കണമെങ്കിൽ കാണിക്കാം. കളിക്കാൻ കൂട്ടിന് 2 പേരെ കിട്ടി. അപ്പം ഞാൻ ഇവരെ പിന്നാലെ പോയി. കൂടെ ഈ ഒരുത്തിനും ഓടി വരുന്നുണ്ടായി, ഗായ്സ് ഞാനുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പേരിനെയും കൊണ്ട് ഡബിൾസ് കളിക്കാൻ വന്നേക്കാം. കോട്ടിലാകെ പ്രാവിൻ്റെ കാഷ്ടൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു കുട്ടി. സോ ഇവിടെ ആരും എനിക്ക് പരിചയം ഉണ്ടായില്ല. ഞാനിവരോട് റാക്കറ്റ് തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഇവരെന്നെ കളിക്കാനും കൂട്ടി. കളിച്ച് തളർന്ന് റൂമിൽ വന്നൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഒരു 8 മണിക്കായിട്ട് പോകാമെന്നായിരിക്കും. കളിയുടെ ഇടയ്ക്ക് ഞാൻ താഴെയൊക്കെ ഒന്ന് വീണുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ട്, ചെറിയൊരു നീറ്റലും. കട്ടൻ ചായ മാത്രം കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ വന്നിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാനൊക്കെ തുടങ്ങി. എനിക്കിപ്പോൾ കാപ്പി ഇഷ്ടമായി തുടങ്ങി. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ടയും തൈരും വാട്ടർമെലൻ മുറിച്ചതും ബ്രെഡും ജാമും ബട്ടറും. തലയിലെന്താ പൂവോ, ചെമ്പരത്തി പൂവൊക്കെ ആയിരുന്നില്ലേ? അവിടെ ഫ്രഷ് ആയിട്ടൊരു മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. ഞാനത് പോയി എടുത്തു. പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിത് എടുക്കണതോ പൊട്ടിക്കണതോ സെക്യൂരിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ 5000 രൂപ നമുക്ക് ഫൈനുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ റൂം ക്ലീൻ ചെയ്ത് അടിച്ചുവാരി തുടച്ചിടാൻ ഇവിടുത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സെല്ലാം അലക്കി ഇങ്ങനെ ഉണക്കാനിടുമായിരുന്നു. ഞാൻ കുളിക്കാൻ പോവാണ്, എണ്ണയൊക്കെ പുരട്ടി കുളിക്കാൻ പോവാണ്. എനിക്ക് മേല് നല്ല വേദന എടുക്കുന്നുണ്ട്, കയ്യും കാലൊക്കെ വേദന എടുക്കുന്നുണ്ട്. ബാഡ്മിൻ്റൺ വാമപ്പൊന്നും ചെയ്യാണ്ട് ഒരൊറ്റ കളിയായിരുന്നു. അപ്പോൾ നല്ല സുഖമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം കളിച്ചുകൊണ്ട് തന്നെ മേലൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ പുരട്ടി കുളിക്കാമെന്ന് വെച്ചു. മേല് മാത്രമേ കുളിക്കണുള്ളൂ, തല ഇന്നലെ ഞാൻ കുളിച്ചതാണ്, പിന്നെ തല കുളിക്കണില്ല. കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പം അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. നല്ല സുഖമുണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ആ ചേച്ചി രാവിലെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു തൃപ്തിയായിട്ടില്ല. കാരണം മുടിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി അടിച്ചു വാരാമെന്ന് വിചാരിക്കുന്നു. സ്നാക്സ് ആലു ബോണ്ടയാണ്. അത് വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. എന്നാലും ഇവിടെ ബാക്കി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നാണ്.
താഴെ വന്നേക്കാണ്. ഇവൾക്ക് ബാറ്റ് വാങ്ങാനായിട്ട് വന്നേക്കാണ്. നമ്മൾ സ്റ്റോറിൽ പോവാണ്, ഇവിടുത്തെ വാൾമാർട്ടിൽ. ഇവിടെ ബാഡ്മിൻ്റൺ 500 രൂപയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ബാറ്റെന്ന്. നമ്മൾ ഇന്ന് ഫുൾ ചമ്മൽ ഡേ ആണ്. ഇന്നിപ്പോൾ അവിടെ നിന്ന് ബാറ്റ് കിട്ടിയില്ല. 1500 രൂപയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വാങ്ങണില്ല. നമുക്ക് ഓൺലൈനിൽ 115 രൂപയ്ക്ക് 2 ബാറ്റും 3 കോക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് മതി. സൺഡേസ് രാത്രി നമുക്ക് നോൺ വെജാണ്. ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമൊക്കെയാണ് കിട്ടുക. ഇതാണ് ചിക്കൻ ബിരിയാണി, ഇത് ചിക്കൻ അച്ചാർ. എടുത്തോ. എങ്ങനെയുണ്ട് അമ്മയുടെ ചിക്കൻ അച്ചാർ? ഇവള് ഫുട്ബോൾ കളിച്ചിട്ട് കാലിൻ്റെ പേരിൽ ഫ്രാക്ചേർഡായി 6 വീക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഐസ്ക്രീം കഴിച്ചു, കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി പല്ലേച്ച് ഞാൻ കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. അപ്പം നാളെ തുടങ്ങി എൻ്റെ ശരിക്കുള്ള ക്ലാസ് തുടങ്ങുകയാണ്. ഇനി വ്ളോഗുകളുടെ എണ്ണമൊക്കെ അങ്ങോട്ട് കുറയും. പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും പറ്റുന്ന പോലെ ഞാൻ എടുത്തു വയ്ക്കാൻ പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്തിടാം. അപ്പം എല്ലാവരും അടുത്ത വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ.